ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീഫ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വാങ്ങിയതാണ്, ഇന്നലെ വെച്ചില്ല. ഇന്നലെ മീനുള്ളത് കാരണം അത് ചെയ്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ബീഫ് വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായിരിക്കും. ഇതുപോലെ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഞാൻ ബീഫ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് വയ്ക്കും. എന്ന് വെച്ചാൽ നല്ല വേഗമുള്ളതല്ലേ, അല്ലെങ്കിൽ പിന്നെ കഴിക്കാനായിട്ട് സുഖം കാണത്തില്ല. അതുകൊണ്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് പിങ്കിക്കും എടുക്കുന്നത്. നമ്മൾ അവൾക്ക് വേറെ സാധനമൊന്നും വാങ്ങി കൊടുക്കത്തില്ല. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിൽ നിന്ന് സെപ്പറേറ്റ് മാറ്റി അവൾക്ക് പാകം ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അവൾക്കും ഉണ്ട്, അവൾക്കുള്ളതും നമുക്കുള്ളതും കൂടെ ആണ്. 1 കിലോയാണ് വാങ്ങിയത് ഇന്നലെ. അപ്പോൾ അവൾക്ക് പ്രത്യേകം നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ച് പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇതിൽ നിന്നും കുറച്ച് അവൾക്ക് മാറ്റും, ബാക്കി നമുക്കാണ്. അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്കും എളുപ്പമാവും വേവിച്ചത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കടുവറുത്ത് ഇടാം. സവോള ചട്ടിയൊന്ന് ചൂടാവട്ടെ. സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ഞാൻ തുറന്ന് വെച്ചേക്കുന്നത്, എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. തുറക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആളില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ പേസ്റ്റാക്കിയതാണ്. ബാക്കി എല്ലാ പൊടികളും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഞാൻ എല്ലാം കൂടി പുറത്ത് വയ്ക്കത്തില്ല. അത് ആവശ്യത്തിന് എടുത്തിട്ട് അകത്ത് വയ്ക്കുവാണ്, ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും. അതാണ് ഇത്. വെളിച്ചെണ്ണയാണ്, ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിയതാണ്. അപ്പോൾ ആവശ്യത്തിനേ എടുക്കത്തുള്ളൂ. പക്ഷേ ഇന്നലെ ഞാൻ പുറത്തെടുത്ത് വയ്ക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഇനി അതിൽ നിന്ന് നമുക്ക് നനവില്ലാത്ത സ്പൂൺ വെച്ചിട്ട് നമുക്ക് കോരിയെടുക്കാൻ കണക്കാക്കിയാണ് ഞാൻ ഇതിൽ വയ്ക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്നും ഇങ്ങനെ കോരിയെടുത്ത് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നിങ്ങളും അതുപോലെ ചെയ്യണം കേട്ടോ. എണ്ണ കാറിപ്പോകത്തില്ല, ചീത്തയാവത്തില്ല എന്ന് പറയും. അപ്പോൾ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുറേ നാളുകൂടി അങ്ങനെയാണ് വയ്ക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ചീത്തയാകത്തില്ല. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണേ ഒന്ന് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിനി പുറത്ത് ഇരുന്ന് തന്നെ അങ്ങ് ഇതായിക്കൊള്ളും. കുറച്ച് എടുത്തിട്ടേ ഞാൻ ഇനി അകത്ത് വയ്ക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാം കൂടി പുറത്തിരുന്നാൽ നമുക്ക് വേണ്ടല്ലോ അത്രയൊന്നും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നമുക്കിതൊന്ന് കടുവറുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. എണ്ണ ചൂടായി, തീ കൂട്ടിയില്ല, എണ്ണ ചൂടായതാ വരുന്നുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കടുക് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്കതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിലൂടെ തന്നെ നമുക്ക് കറിവേപ്പില എനിക്ക് വീട്ടിലൊക്കെയാണ്, ഞാൻ പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങിക്കാറില്ല. അപ്പോൾ അതും ഇട്ട് കഴിഞ്ഞ് നമുക്കിനി അരിഞ്ഞു വെച്ചേക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി നല്ല ബ്രൗണിഷ് കളറാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ കൂട്ടുകളെല്ലാം ചേർക്കുകയുള്ളൂ. അതും ഇതിനൊപ്പം ഞാൻ വഴറ്റിയെടുക്കും. എന്നിട്ട് മാത്രമേ നമ്മുടെ ബീഫ് ആഡ് ചെയ്യുള്ളൂ. എന്നാൽ തന്നെ നമുക്ക് നാളത്തേക്ക് ഇരുന്നാൽ പോലും നല്ലതായിട്ടിരിക്കും, ചീത്തയാകത്തില്ല. അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അറിഞ്ഞൂടാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്ത് പഠിക്കാനും കൂടെയാണ്. നമ്മുടെയൊക്കെ സമയത്ത് നമുക്ക് ആർക്കും ഇങ്ങനെയുള്ള ആ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മളെ കൊണ്ട് വീട്ടിലുള്ളവർ ചെയ്യിപ്പിക്കും. എല്ലാ സാധനവും എടുത്ത് തന്നിട്ട് ചെയ്യാൻ പറയും. ചെയ്ത് ഓരോന്നോരോന്നായിട്ടാണ് നമ്മൾ ചെയ്ത് പഠിച്ചത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഏതിൽ നിന്ന് നോക്കി വേണോ എന്ത് വേണോ പഠിച്ചിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നതൊക്കെ ഒന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിത് നല്ല ബ്രൗണിഷ് കളറാകുന്നത് വരെ നമുക്കൊന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ സവാള നല്ല ബ്രൗണിഷ് കളറായി. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപോലെ ചെയ്യാൻ പാടില്ല കേട്ടോ. നല്ല
ബ്രൗണിഷ് കളറാകണം. അതായത് എൻ്റെ പിങ്കിക്കുട്ടിക്ക് സെപ്പറേറ്റ് ഒന്നുകൂടെ വേവിച്ചിട്ട് ചോറും കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ചിട്ടിട്ടുണ്ട്. അതും കൂടെ കഴിയുമ്പോഴത്തേക്ക് അവൾക്കുള്ള ഫുഡാവും. അപ്പോൾ ഇത് നല്ലവണ്ണം ബ്രൗണിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. എന്നാലും കുറച്ചുകൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ അടുത്തത് മല്ലിപ്പൊടി. എനിക്ക് അളവൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല. നിങ്ങൾ എന്താണോ സാധനം എടുക്കുന്നത് അതിനനുസരിച്ചുള്ള കൂട്ടുകൾ ചേർത്തെടുത്താൽ മതി. നിങ്ങൾക്ക് ചിലർക്ക് കുറച്ച് എരിവൊക്കെ മതിയായിരിക്കും. നമുക്ക് നല്ല എരിവൊക്കെ വേണം. എന്നാലേ അതൊക്കെ കഴിച്ചതായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. അപ്പം മല്ലിപ്പൊടി ആവശ്യത്തിനിട്ട് ഇനി മുളക് പൊടിയും കൂടെ ഇടാം. മുളക് പൊടി ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്നതല്ല, മുളക് തന്നെ വാങ്ങി ഉണക്കി പൊടിക്കുന്ന മുളകാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഇട്ടിട്ടുണ്ട് മുളക് പൊടി. നമുക്ക് കുറച്ച് എരിവെല്ലാം വേണം. അതിൻ്റെ കൂടെ തന്നെ ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് ബ്രൗണിഷ് കളറാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർന്നുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ അരച്ച് വെച്ചേക്കും. ഇനി നമുക്ക് മീനൊക്കെ വറുക്കുമ്പോഴത്തേക്കൊക്കെ അതിലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ആവശ്യത്തിന് ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതിലൂടെ നമുക്ക് ആവശ്യത്തിന് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ സവോളയിലെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് അതിനകത്ത് ഉണ്ട്. അപ്പം പിന്നെ കുറച്ച് ഉപ്പിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കൂട്ടുകളെല്ലാം ഞാൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലവണ്ണം കറുത്ത കളർ ആയത് കണ്ടോ, അങ്ങനെ ആകണം. എന്നാലേ അതിൻ്റെ പച്ച ചുവയെല്ലാം മാറി നല്ല മണമായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ബീഫ് കഴുകി എല്ലാം വൃത്തിയാക്കി വേവിച്ച് വെച്ചേക്കുമല്ലേ. പിന്നെ അതിൽ വേകാനായിട്ടൊന്നുമില്ല. ആ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം വറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പെട്ടെന്ന് നമുക്കിത് വയ്ക്കാമെന്നറിയാവോ? പെട്ടെന്ന് അതായത് ഇപ്പം ബ്രൗണിഷ് കളറായിട്ടുണ്ട് നമ്മുടെ ബീഫ്. അതിലേക്കൊന്ന് തട്ടിക്കൊടുക്കാം. എല്ലാം ഈ മൊബൈലിങ്ങനെ പിടിച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ടാണ് അവരിത് വരുന്നത്. നമുക്ക് ഇതിൻ്റെ വെള്ളം എല്ലാം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് വറ്റി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സത്തെല്ലാം ഗുണങ്ങൾ മൊത്തം അതിനകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ വെള്ളം കളയാനേ പാടില്ല. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വറ്റി വരുന്നത് വരെ നമുക്ക് നോക്കണം. ഒത്തിരി വെള്ളം പോലെ ഇരുന്നാലും കൊള്ളത്തില്ല. അപ്പം നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ലവണ്ണം തിളച്ച് വറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. ഒത്തിരി വെള്ളം പോലെയൊന്നും വയ്ക്കണ്ട, ഇതുപോലെ വേണം വയ്ക്കാനായിട്ട്. ഇതാ നല്ല പുരട്ടി എടുത്തത് കണക്ക് നല്ല, എന്നാൽ ചാറും ഉണ്ട്, എന്നാലിട്ട് ഒരുപാട് വെള്ളം പോലെയല്ല. ഇനി ഇത് തണുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ഇതായിരിക്കും. നമുക്ക് കുറച്ചൊന്നൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ആദ്യം ഇട്ട് കടുക് വറുത്തു, പക്ഷേ എന്നാലും ഇത് കുറച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു ഗുണവും കൂടെ അതിനകത്ത് കാണും. ഇതുപോലെ അപ്പം നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് എടുത്ത് വയ്ക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ അറിയാൻ പാടില്ലാത്തവരെല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാവുന്നവരാണെങ്കിൽ പോലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ശരിയാക്കിയെടുക്കാം. ഇത് പെട്ടെന്നൊരു ജോലി പെട്ടെന്ന് കഴിയും നമുക്ക്. അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ബീഫ്. പിന്നെ എൻ്റെ പിങ്കിക്കുട്ടിക്കും റെഡിയാക്കി. നമ്മൾ കഴിക്കുന്നത് തന്നെയാണ് അവളും ആ ദിവസം കഴിക്കുന്നത്. പക്ഷേ അവൾക്ക് സെപ്പറേറ്റ് നമ്മൾ പാകം ചെയ്ത് കൊടുക്കും.
അങ്ങനെ ഒത്തിരിയൊന്നും കഴിക്കത്തില്ല, കുറച്ചേ കഴിക്കുള്ളൂ അവൾ. ഇന്ന് കഴിച്ചാൽ പിന്നെ നാളെ കഴിക്കത്തില്ല. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അറിഞ്ഞുകൂടാത്തവർക്കൊക്കെ ഇത് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അടുത്തത് ഇനി ഒരു സെയിൽ വീഡിയോ ആയിരിക്കും. ട്യൂബേഴ്സിൻ്റെ സെയിൽ വളരെ മോശമാണ്. അപ്പോൾ എല്ലാവരും അതിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഒരു വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നല്ല അടിപൊളി വെറൈറ്റീസുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.